തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സുഗതനാണ് ഞാൻ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കേരള ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ ആർ സുഗതൻ. വിയൂരിലെ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മേയർ VV രാജേഷ്. സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ. ആദ്യ ചടങ്ങ് ഹൈക്കോടതി അസാധുവാക്കിയത് ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്. പ്രതിപക്ഷ ഉപനേതൃ പദവിയിലെ തർക്കത്തിൽ ആടിയുലഞ്ഞ LDF. ബിനോയ് വിശ്വം TP രാമകൃഷ്ണൻ ചർച്ചയിൽ അനിശ്ചിതത്വം. ഇന്ന് ചർച്ചയുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ LDF കൺവീനർ. തർക്കം പരസ്യമാക്കിയ CPI നടപടിയിൽ കൺവീനർക്ക് അതൃപ്തി. പുറത്ത് സംസാരിച്ച് തീർക്കേണ്ട വിഷയമല്ലെന്ന് TP രാമകൃഷ്ണൻ. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ന്യൂസ് മലയാളത്തിന്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ പേരിലും തട്ടിപ്പ് നടന്നെന്ന് സൂചന. കട്ടൌട്ട് ബില്ലുകളിൽ തിരിമറി നടത്തി പണം മുക്കി നേതാക്കൾ. കമ്മീഷൻ കണക്ക് പറയുന്ന നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് മലയാളത്തിന്. 8000 പീസ് മറ്റേ ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8000 പീസ് അതായത് 10-12 ലക്ഷം രൂപയോ 8 രൂപ നമുക്ക് 8 രൂപ വരും. ആ രീതിയിൽ ബില്ലിയാണേ. ഒരു മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ. അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിലെ യാത്രാ തിരിമറി വെളിച്ചത്തായത് ബില്ലിലെ അമളിയിലൂടെ. കാർ യാത്രയുടെ പേരിൽ പണം മുക്കിയത് ഒരു ദിവസം 27 മണിക്കൂർ ഓടിയെന്ന് കാണിച്ച് വ്യാജ ബിൽ നിർമ്മിച്ചത് BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ ഏജൻസിയുടെ പേരിൽ. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിലെ SIT റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി DGP. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കണമെന്ന് നിർദ്ദേശം. SIT റിപ്പോർട്ട് നൽകിയത് അജിത് കുമാറിനെ നേരിട്ട് കുറ്റപ്പെടുത്താതെ നടപടിയെടുക്കണമെങ്കിൽ നിയമവശം പരിശോധിക്കണമെന്നും SIT. പോലീസ് മേധാവിയുടെ അന്തിമ റിപ്പോർട്ട് വൈകും. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനം. കമ്പ്യൂട്ടർ വിദഗ്ധരെ അടക്കം സംഘത്തിൽ ഉൾപ്പെടുത്തും. മുൻ പരീക്ഷാ ക്രമക്കേട് പരിശോധിക്കാൻ 2019 പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുത്തു. നിയമനം വൈകുന്നതിനെതിരെ മണ്ണുവാരി ഭക്ഷിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി ജയിലിൽ തുടരും. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് നിരീക്ഷണം. പൊതുവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ നിലപാട് ആവർത്തിച്ചു KT ജലീൽ. പെരുമാറിയത് അധ്യാപകനെന്ന നിലയിൽ. ചൂണ്ടിക്കാട്ടിയത് പൊതുവായന കുറയുന്നതിലെ ആശങ്ക. കുട്ടികളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വിശദീകരണം. ജലീലിന് തെറ്റ് മനസ്സിലാകുന്നില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ കൊച്ചിയിലെ പ്രധാന ആശുപത്രികൾക്ക് കുരുക്ക്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റും EDയുടെ ചോദ്യമുനയിലേക്ക്. മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും സമൻസ് നൽകി ED. ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ വീണ്ടും EDക്ക് മുന്നിൽ. കേരളത്തിൽ തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിയാത്ത അവസ്ഥയെന്ന് മുഖ്യമന്ത്രി. തെറ്റു തിരുത്തിയാൽ U-ടേൺ എന്ന് പറഞ്ഞ് വിമർശിക്കും. മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റുമെന്നും VD സതീശൻ. തെറ്റുപറ്റി തിരുത്താനും പാടില്ല കേരളത്തിൽ. ആ തെറ്റുമ്പ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലാടണം. അതാണ് കുറെ പേര് ആഗ്രഹിക്കുന്നത്. തെറ്റ് തിരുത്തിയാൽ അപ്പൊ തന്നെ മാധ്യമങ്ങൾ പുതിയ വാക്ക U-ടേൺ അടിച്ചു. മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റി അത് കറക്റ്റ് ചെയ്യും. അപ്പൊ അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുക. അതിലൊന്നും ഇല്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെതിരെ CPIM ജനറൽ സെക്രട്ടറിക്ക് പരാതിയെന്ന വാർത്ത തള്ളി KK രാഗേഷ്. ഒന്നും പറയാനില്ലെന്നും നിങ്ങളുണ്ടാക്കിയ വാർത്ത അല്ലേയെന്നും ജില്ലാ സെക്രട്ടറി. രാഗേഷിന്റെ പ്രതികരണം ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്തയാളെ സെക്രട്ടറിയാക്കിയെന്ന വിവാദം പുകയുന്നതിനിടെ.
രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ അനിൽ മേനോൻ. 3.5 കോടി മലയാളികളുടെ അഭിമാനമായി അനിൽ ഇന്ന് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കും. സോയൂസ് MS-29 വിക്ഷേപണം ഇന്ത്യൻ സമയം രാത്രി 8:17. അനിലിന്റെ പിതാവ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. തെക്കൻ ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ബന്ദർ അബ്ബാസിലും ഖേഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങൾ. ഇറാനെതിരെ നാവിക ഉപരോധം തുടങ്ങിയ അമേരിക്ക. ഹോർമുസിനി അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെങ്കടലിൽ ബാബ് അൽ മന്ദബ് അടയ്ക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസിൽ UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരെന്ന റിപ്പോർട്ടുകൾ. ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ഇന്ത്യ. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. കുവൈറ്റിലും ബഹ്റൈനിലും വ്യോമാക്രമണം. കേന്ദ്ര സർക്കാരിന്റെ ഉമംഗ് ആപ്പിൽ സുരക്ഷാ വീഴ്ചയെന്ന് കണ്ടെത്തൽ. ഉപഭോക്താക്കളുടെ വിശദാംശങ്ങൾ ചോർത്താൻ കഴിയുമെന്ന് വിദഗ്ധർ. ആപ്പ് വഴി ലഭ്യമാകുന്ന 100ഓളം സർവീസുകളിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പ്രൊവിഡന്റ് ഫണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തൽ ഭീഷണി. പശ്ചിമ ബംഗാളിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഗുണ്ടാ നിയമത്തിനെതിരെ എതിർപ്പ് ശക്തം. 1 വർഷം വരെ കരുതൽ തടങ്കൽ അനുവദിക്കുന്നതും നിയമപരമായ സഹായം തേടുന്നത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന നിയമം ദുരുപയോഗം ചെയ്യുമെന്ന് പ്രതിപക്ഷവും മനുഷ്യാവകാശ പ്രവർത്തകരും. കമ്മ്യൂണിസ്റ്റ് കൊള്ളക്കാരെയും തൃണമൂൽ ഗുണ്ടകളെയും അടിച്ചമർത്താൻ നിയമം അനിവാര്യമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ ഞെട്ടിക്കുന്ന PF തട്ടിപ്പെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. സർക്കാർ അനുമതിയില്ലാതെ ജീവനക്കാരുടെ PF-ൽ നിന്ന് കോടികൾ വകമാറ്റി. 150 പേരുടെ നിക്ഷേപത്തിൽ നിന്ന് വകമാറ്റിയത് 3.26 കോടി. 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ലെന്നും കണ്ടെത്തൽ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ തുരങ്കപാതയുടെ ഭാഗികമായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി തകരുന്നത് കാണാം. ദൃശ്യം പകർത്തിയത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ. തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായേക്കും. നിലവിലെ തന്ത്രിയുടെ നിർദ്ദേശം ദേവസ്വം ബോർഡ് പരിഗണിച്ചു. ബ്രഹ്മദത്തൻ തന്ത്രിയാകുന്നതിൽ ബോർഡിന് എതിരഭിപ്രായമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തന്ത്രി കണ്ഠരര് രാജീവര് തന്ത്രിസ്ഥാനത്തു നിന്നും മാറുന്നത് അനാരോഗ്യം ചൂണ്ടിക്കാട്ടി. ജി സുധാകരൻ CPIM പോര് രൂക്ഷമാകുന്നതിനിടെ കായംകുളത്ത് നാടകീയ നീക്കം. CPIM ഏരിയ കമ്മിറ്റി അംഗവുമായി രഹസ്യ ചർച്ച നടത്തി സുധാകരൻ. ചർച്ച നടന്നത് കായംകുളം റെസ്റ്റ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ. സുധാകരനെ കണ്ട അംഗത്തിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി ഒരു വിഭാഗം. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾക്ക് വിട നൽകാൻ ജന്മനാട്. കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ മൃതദേഹം തിരുവനന്തപുരത്തെത്തിച്ചു. അന്തിമോപചാരം അർപ്പിച്ച് മന്ത്രിമാർ അടക്കമുള്ളവർ. നാളെ കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ പൊതുദർശനം. സംസ്കാരം നാളെ വൈകിട്ട് കുടുംബക്കല്ലറ. പത്തനംതിട്ട കോട്ടുമുകളിലെ യുവതിയുടെ മരണത്തിൽ ആൺസുഹൃത്ത് കസ്റ്റഡിയിൽ. ഷെഹനയുടേത് കൊലപാതകമെന്ന് കുടുംബം. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്ത്. 31-കാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. മൂഴിയാർ സർക്കാർ സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെടുത്തിയ ന്യൂസ് മലയാളത്തെ അഭിനന്ദിച്ച് കോന്നി MLA. വാർത്ത പുറത്തു വന്ന ഉടൻ നടപടിയെടുക്കാൻ സാധിച്ചെന്നും KU ജനീഷ് കുമാർ. ന്യൂസ് മലയാളം വാർത്തയിലൂടെ ആശ്വാസമായത് 20-ലധികം വിദ്യാർത്ഥികൾക്ക്. കേരള സാഹിത്യ അക്കാദമിയിലെ കരാർ ദിവസവേതന നിയമനങ്ങളിൽ അടിമുടി ക്രമക്കേട്.
മുൻകൂർ അനുമതിയോ നടപടിക്രമങ്ങളോ പാലിക്കാതെ നിയമനം നടന്നെന്ന് ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തൽ. 15 കരാർ ജീവനക്കാരുടെ നിയമനം റദ്ദാക്കാൻ ഭരണ വകുപ്പിന് ശുപാർശ. ദിവസവേതന നിയമനങ്ങളിലും നടപടിയെടുക്കണം. ക്രമക്കേട് തടയാൻ നിയമനങ്ങൾ PSC വഴി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം. മന്നം സമാധി പുഷ്പാർച്ചന വിവാദത്തിൽ BJPയുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് NSS. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് G. സുകുമാരൻ നായർ. NSSനെതിരായ വിമർശനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും സുരേഷ് ഗോപിയെയും BJP തിരുത്തി. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് ആവർത്തിച്ച് G. സുകുമാരൻ നായർ. കൊല്ലത്ത് സ്വന്തം സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകാതെ യുവതിയോട് കോർപ്പറേഷന്റെ ക്രൂരത. അർബുദബാധിതനായ മകനോടൊപ്പം മാടൻ നട സ്വദേശി മായ കോർപ്പറേഷൻ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷം. അനുമതി നിഷേധിച്ചത് മായയുടെ സ്ഥലം റെയിൽവേ ഭൂമിയോട് ചേർന്നെന്ന് ചൂണ്ടിക്കാട്ടി. മായയ്ക്കൊപ്പം അപേക്ഷ നൽകിയ പലരും വീട് വെക്കാൻ അനുമതി നേടിയതിന്റെ രേഖകൾ പുറത്ത്. ന്യൂസ് മലയാളം ദി ബിഗ്ഗസ്റ്റ്. എനിക്ക് വീട് വയ്ക്കാൻ ഒരു പെർമിറ്റിന് വേണ്ടി ഞാൻ ഒരു 5 വർഷമായി ഇപ്പോൾ കോർപ്പറേഷനിൽ കയറി ഇറങ്ങുക. പക്ഷെ നമുക്ക് മാത്രം പെർമിറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ എന്താണെന്ന് കോർപ്പറേഷൻ ചോദിക്കുമ്പോൾ അവർക്ക് അതിന് മറുപടി ഇല്ല പറയാനായിട്ട്. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്കായി തെരച്ചിൽ ഊർജിതം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും കൂട്ടുകാരും ഒളിവിൽ. കമ്പ്യൂട്ടർ അടക്കമുള്ളവ പിടിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ മന്തിയുടെ പേരിൽ ഹോട്ടൽ അടിച്ചു തകർത്ത് യുവാവ്. മന്തി കുറഞ്ഞു പോയത് പ്രകോപന കാരണമായെന്ന് യുവാവിന്റെ മൊഴി. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു കരുനാഗപ്പള്ളി പോലീസ്. വർക്കലയിൽ വിനോദസഞ്ചാരിക്ക് കുത്തേറ്റു. ആക്രമിക്കപ്പെട്ടത് തഞ്ചാവൂർ സ്വദേശിയായ 19-കാരൻ സുദർശൻ. പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 3 പേർ പിടിയിൽ. സുദർശനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥി. നിലമേൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് പരിക്ക്. അപകടം ചടയമംഗലം ചന്തമുക്കിൽ. തിരുവനന്തപുരം നഗരൂരിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഏറ്റുമുട്ടി. കൊടുവഴന്നൂർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. അടിപിടിയിലേക്ക് നയിച്ചത് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതിലെ തർക്കം. നടപടിയെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ. രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്ത് NDA. പശ്ചിമ ബംഗാളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ NDA അംഗബലം 155 ഉയരും. 3-2 ഭൂരിപക്ഷത്തിന് വേണ്ടത് 164 അംഗങ്ങളുടെ പിന്തുണ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ചരിത്രപരമായ തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. ലഡാക്കിലെ 7 ജില്ലകളിലും സ്വയംഭരണ ഹിൽ കൗൺസിലുകൾ രൂപീകരിക്കാൻ തീരുമാനം. നടപടി പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി. ലേഡി സൂപ്പർ കോച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണിപ്പൂർ മുൻ പോലീസ് ഉദ്യോഗസ്ഥ ബൃന്ദ ദേവി കോൺഗ്രസിൽ. മണിപ്പൂർ PCC അധ്യക്ഷൻ ഒക്രം ഇബോബി സിംഗിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാൻ ലക്ഷ്യമെന്ന് ബൃന്ദ ദേവി. ബൃന്ദ ശ്രദ്ധേയായത് സർവീസിലിരിക്കെ ലഹരിക്കെതിരെ സ്വീകരിച്ച നടപടികളെ തുടർന്ന്. ക്യൂബയ്ക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ക്യൂബയുടെ ടൂറിസം മന്ത്രാലയവും മറ്റ് സ്ഥാപനങ്ങളും കരിമ്പട്ടികയിൽ.
കരാർ ഏർപ്പെട്ട കമ്പനികൾ അടുത്ത മാസത്തോടെ കരാറുകൾ അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ്. മുൻ ഉപരോധങ്ങളിൽ വലയുന്ന ക്യൂബൻ ജനതയ്ക്ക് പുതിയ നിയന്ത്രണം കനത്ത തിരിച്ചടി. ഫ്രാൻസിൽ ഉഷ്ണതരംഗത്തിനിടെ ഭീതി പരത്തിയ പാരീസ് വനമേഖലയിലെ കാട്ടുതീ വ്യാപനം. 800 ഹെക്ടറിലധികം വനഭൂമിയിലേക്ക് തീ പടർന്നു കഴിഞ്ഞതായി വിവരം. തീയണയ്ക്കാൻ 2 പ്രത്യേക വിമാനങ്ങൾ കൂടി വിന്യസിച്ചു. കാട്ടുതീയിൽ വെന്തു മരിച്ച് 100 കണക്കിന് കാട്ടുമൃഗങ്ങൾ. സമുദ്രജലത്തിന് ചൂട് കൂടുന്ന എൽ നിനോ പ്രതിഭാസം കിഴക്കൻ ആഫ്രിക്കയിലും ഏഷ്യയിലും ഗുരുതര കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. എൽ നിനോ വരും ആഴ്ചകളിൽ പ്രളയത്തിനും പകർച്ചവ്യാധികൾക്കും ഉഷ്ണതരംഗത്തിനും കാരണമാകുമെന്ന് ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. അമ്പരപ്പിക്കുന്ന വിലയ്ക്ക് ഒരു ദിനോസർ ഫോസിൽ ലേലത്തിന് വെച്ച് ന്യൂയോർക്കിലെ സോത്ബീസ് ലേല കമ്പനി 67 ദശലക്ഷം വർഷം പഴക്കം കണക്കാക്കുന്ന ഫോസിലിന്റെ മതിപ്പ് വില 280 കോടിയിലേറെ. ലേലം ചെയ്യുന്നത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ദിനോസർ ഫോസിലുകളിലൊന്ന്. ഓൺലൈൻ മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായ ഇടപെടൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് നടി മഞ്ജു വാര്യർ. സലീം കുമാറും ഭാഗ്യരാജും മരിച്ചപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ വേദനിപ്പിക്കുന്നത്. സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണെന്ന പൗരബോധം സമൂഹത്തിനുണ്ടാകണമെന്നും നടി. മകളുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിൽ മോഹൻലാലും ഉണ്ടെന്ന് ഉറപ്പിച്ച് പുതിയ പോസ്റ്റർ. സമൂഹ മാധ്യമ പേജിലൂടെ പോസ്റ്റർ പുറത്തുവിട്ട് നടൻ. വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത് ഓഗസ്റ്റിൽ. ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകൾ ഇന്നറിയാം. സ്പെയിൻ ഫ്രാൻസ് സെമി പോരാട്ടം രാത്രി 12:30. കൈവിട്ട കിരീടം തേടി എംബാപ്പയും സംഘവും. പ്രതാപകാലം വീണ്ടെടുക്കാൻ സ്പാനിഷ് അർമാണ്ട. ആവേശ കൊടുമുടിയിൽ ഫുട്ബോൾ ആരാധകർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് എഡ്ജ്ബാസ്റ്റണിൽ തുടക്കം. 2020 പരമ്പര നഷ്ടത്തിന് പകരം വീട്ടാൻ ഗില്ലും സംഘവും. പരിക്കിന് ശേഷം ടീമിൽ മടങ്ങിയെത്തി വിരാട് കോഹ്ലി. 3 മാസങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 3:30.